വെച്ചേക്കുമായിരുന്നു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പുറത്തിറങ്ങി കളിക്കാനൊന്നും മഴയൊന്നുമില്ല. ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു സുഖവും ഇല്ല. അണ്ണനെയാണെങ്കിൽ അമ്മ കയറ്റിയിട്ടേക്കുവാ. പുറത്ത് നോക്കി എത്ര പിള്ളേരെ പോണെന്ന്. പൂച്ചാൻ്റെ ഒക്കെ ഉണ്ട്. അണ്ണനെ വിളിച്ച അമ്മ വഴക്ക് പറയോ എന്തോ. ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു സുഖവും ഇല്ല. അണ്ണനെ പോയി വിളിക്കട്ടെ. അണ്ണാ അണ്ണാ, നമുക്ക് കളിക്കാൻ. അണ്ണ ഇന്ന് മഴയൊന്നും ഇല്ലല്ലോ. അണ്ണ നിങ്ങൾ വന്നേ. അണ്ണനെ പൂട്ടിയിട്ടേക്ക് വന്നോ? ഞാൻ അമ്മയോട് പോയി ചോദിച്ചോക്കട്ടെ. അമ്മേ അമ്മേ, അണ്ണനെ ഒന്ന് അയച്ചുവിട അമ്മ. കുറച്ച് നേരത്തേക്ക് അയച്ചുവിട്. അണ്ണാ നമുക്ക് കളിക്കാം. എടാ നിനക്കിന്ന് സ്കൂളില്ലാടാ കുഞ്ഞാ. ഇന്ന് അവധിയല്ലേ അണ്ണ, നമുക്ക് കളിക്കാം. വാ അണ്ണനാണെങ്കിൽ കളിക്കാൻ എന്തൊരു മടിയാ. നീ എന്തിനാണ് ഈ ലീഷ് കടിച്ചു പിടിച്ച് നടക്കുന്നേ? എന്റെ അമ്മ ഈ ലീഷ് കണ്ട അപ്പ അമ്മ എന്നെ കസാരക്കാലി കെട്ടിയിടും. അമ്മ ചെടിയൊക്കെ നനച്ചോ എന്തോ. അമ്മ എപ്പോഴും മറക്കുന്ന കാര്യാ. ജോലി തിരക്കിന്റെ ഇടയിൽ ചെടി നനയ്ക്കുകയല്ല. ഞാൻ എപ്പോഴും പോയി നോക്കും നനവുണ്ടോന്ന്. ഇതിനൊക്കെ നനവുണ്ടോ നോക്കട്ടെ. ഇതിനൊക്കെ കുറച്ച് നനവുണ്ട്. അമ്മയിലെ നനച്ചെന്ന് തോന്നുന്നു. അതോ ഇന്നലെ രാത്രി നനച്ചായിരിക്കും. ഇവിടെ കുറച്ച് കുറവുണ്ടല്ലോ നനവ്. ലേശം നനച്ചു കൊടുത്തേക്കാം. അമ്മനെ ഞാൻ ഇങ്ങനെയൊക്കെയാ സഹായിക്കുന്നത്. അമ്മ കുഞ്ഞിക്കാലം തൊട്ട് ഞാനും അമ്മയൊക്കെ ചെടി നട്ടാ. എനിക്ക് എല്ലാ ചെടിയും നല്ല പരിചയാ. ഇത് മടിയും കുത്തിരിക്കുന്നുണ്ടല്ലേ. എടാ വന്ന് ചെടി നനയ്ക്കടാ. കളിക്കാനല്ലേ വിളിച്ചത്. അണ്ണനാണെങ്കിൽ ഇങ്ങനെ മണത്ത് നടക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കൂറ്റി അടിച്ചിരിക്കും. കണ്ടോ, മടുത്തെന്ന് പറഞ്ഞിരുന്നു. എടാ കുഞ്ഞാ, നീ ഇവിടെ വന്നിരുന്നേ. അല്ല വെയില, എനിക്ക് വയ്യ. അണ്ണ ഒന്ന് വാ അണ്ണ. ഈ ഗേറ്റ് കുറച്ച് തുറന്ന് കിടപ്പുണ്ടല്ലോ. അണ്ണന്റെ ശ്രദ്ധ മാറിയ ഒന്ന് പുറത്തിറങ്ങിയാലോ. നൈസായിട്ട് സ്കൂട്ട് ചെയ്യാം. അണ്ണൻ നോക്കുന്നില്ല. അണ്ണന്റെ ശ്രദ്ധ പോയി. പതുക്കെ പുറത്ത് ചാടി. അയ്യോ, കുഞ്ഞിന്റെ ലേസിന്റെ അറ്റമല്ലേ കാണുന്നേ. കുഞ്ഞും പുറത്ത് ചാടി. അമ്മേ വിളിക്കാൻ പോട്ടെ. അമ്മേ കുഞ്ഞും പുറത്തേടി. അമ്മ റോട്ട് ചാടി. ഞാൻ കണ്ടു. നോക്കമ്മ, ഉണ്ട് പോനാണ്ടോ നോക്കിച്ചേ. വല്ല വണ്ടിന്റെ അറ്റാളത്തെ കാര്യം ഓർത്ത് നോക്കിക്കേ. വായി വെച്ച കല്ലേ അമ്മയും എന്നെ പിന്നെയും കസാരക്കാലെ കെട്ടി.